പിന്നെന്താ വ്യത്യാസം? ഈ ഗ്ലോറിയ എന്നൊക്കെ ഉള്ളവരും അവരൊക്കെ ഉള്ളൊരു ഹിന്ദി എവിടെയോ വളർന്ന് അവിടെ ചടഞ്ഞുകൂടിയിരുന്നവരാണ്. വളർന്ന് വരുന്നത് കൊങ്കണി കേട്ട് പിന്നെ ഇംഗ്ലീഷും മലയാളം അതൊക്കെ വരുന്നത് ഇംഗ്ലീഷും കൊങ്കണി പോർച്ചുഗീസ് കലർന്ന് വരുന്നത് ഇംഗ്ലീഷായിട്ടില്ല. അപ്പോൾ അവിടുത്തെ പ്രത്യേകത ഒരു ഉണ്ട സ്ഥലത്ത് വ്യത്യാസമുണ്ട് വളരുന്നത്. അപ്പോൾ അതുപോലെയല്ല, എല്ലാവരും ഓരോപോലെയല്ല. ആരെങ്കിലും പേരുണ്ടെങ്കിൽ ആ പേര് അവരുടെ പോലെ, ഹാരിസിനെ പോലെ, അല്ല വേറെ ഒന്നുള്ള മനസ്സിലാക്കാൻ പഠിക്കാം. നിങ്ങളുടെ പോലത്തെ ഗ്ലീഷുകളൊക്കെ എന്താ ചെയ്യുക? ഗ്ലീഷുകളും പിന്നെ ബാക്കിയുള്ള ടീനിയം ഗ്ലാഡിസ് ഗ്ലോറിയൊക്കെ എന്താ ചെയ്യുക? അരെ ഞങ്ങൾ പൊക്കോ റോമൻ കത്തോലിക്ക, ഞങ്ങൾ മാറാൻ തയ്യാറല്ലോ. ഞങ്ങൾക്ക് ബാപ്റ്റിസാറുടെ ശബ്ദം എങ്ങനെയാണ്? ബാപ്റ്റിസാർക്ക് ഹിന്ദി മര്യാദയ്ക്ക് മലയാളം മര്യാദയ്ക്ക് സംസാരിക്കാൻ പറയാൻ അറിയില്ല, എഴുതി പഠിച്ചിട്ടില്ല. അവർ പറയും ഞങ്ങൾ പൊക്കോ റോമൻ കത്തോലിക്കോ, ഞങ്ങൾ കുടുക്ക കഴിക്കണം തുടക്കം ഫീസ് അയച്ചാണ്, ഞങ്ങൾക്ക് ബാപ്റ്റിസം ചെയ്യില്ല, ഞങ്ങൾക്ക് ബാപ്റ്റിസം യേശുവിൻ്റെ മാതൃക ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞായിരുന്നു കുട്ടിച്ചാവും. അപ്പോൾ അതുപോലെ ആവരുത് നിങ്ങൾ. അപ്പോൾ ഇങ്ങനത്തെ മനസ്സിലാക്കാൻ നിങ്ങളുടെ വിഡിത്തം അത് ക്യാമഫ്ലേജ് പറയും, തിരിച്ചറിയാൻ പറ്റാത്തതും തന്നെ. വേറെ വിഡിത്തം പറയിപ്പിച്ച് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതാ പറയണേ നിങ്ങൾ തോറ്റവർ, ഈ വെഡിത്തത്തിൽ തോറ്റായിരുന്നു കുട്ടി വാങ്ങണവർ വീണ്ടും തോറ്റ വേർഡ്സ് മൂട്ടിന്ന് വിടണ പോലെ വായക്കോടെ വിടരുത്. തോറ്റ വേർഡ്സ് പറയുന്നത് തോൽക്കണവരുടെ ലക്ഷണം എന്ന് പറയാൻ പറ്റുമോ അതിനെ? അപ്പോൾ തോറ്റവർ ഈ പറയുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരൊക്കെ നിൻ്റെ ഗ്രൂപ്പിലുള്ളവർ ക്ലീഷോ ആയാലും ടീന ആയാലും ഗ്ലാഡ്വിൻ ആയാലും ഗ്ലാഡിസ് ആയാലും ഈ റോമൻ കാത്തലിക് വിഡിത്തം മുറുകെ പിടിച്ച് ഇതാണ് ഞങ്ങളുടെ അധികം സംസാരിക്കണ പെരുമാറ്റം, ഇതാണ് ഞങ്ങൾ തെറ്റും വിഡിത്തം മുറുകെ പിടിച്ച് ആരെന്ത് ശരി പറഞ്ഞാലും ഇത് ചെയ്യുള്ളൂ, ഞങ്ങൾ ആയിരുന്നു കൂട്ടി വാങ്ങും. അപ്പോൾ ഞങ്ങൾ ചോദിക്കണം ഇത് എവിടുത്തെ പെരുമാറ്റമാണ്? ഗ്ലോറിയും ആരും വായിലധികം പല്ലില്ലാത്തവരും ഇവരൊക്കെ അങ്ങനെയാണ്. ഡെന്നീസും അനിയ അവരെല്ലാവരും ടൈപ്പ്. അപ്പോൾ അങ്ങനെ വീട്ടിൽ തനിയന്മാരും അനിയനെ സപ്പോർട്ട് ചെയ്യണം എല്ലാ വക വെഡ്ഡികളും മൂമന്മാരെന്ന് പറഞ്ഞാൽ വേശ്യകളുടെ കൂടെയും പ്രഗ്നൻസും പെണ്ണുങ്ങളും അതിനെ അബോർഷനും ചെയ്ത് കുറേ വർഷങ്ങൾ ഒരു പ്രത്യേക ഒരു വീടർന്ന് വൈഡായിട്ട് ഇങ്ങനെ വീതിയുള്ള സൈസാണ് അവർക്ക്. വേറെ ടൈപ്പ് ഡ്രസ്സ് ഇട്ട് ഗുഡ്ക്കും ബീഡിയൊക്കെ വലിച്ച് ഗുഡ്ക്കൊക്കെ കഴിച്ച് ഖുറാനും പിന്നെ സിഗരറ്റൊക്കെ വലിച്ചോ മുസ്ലിമൊക്കെ ചെയ്തിട്ട് അവർക്ക് എന്താ റോമൻ കാത്തലിക്സ് ബൈബിൾ വായിക്കണമല്ലോ. അപ്പോൾ അത് ശരിയാണെന്ന് വിചാരിച്ചിട്ട് അവർ സപ്പോർട്ട് ചെയ്യണം. എന്നിട്ട് തമ്മിൽ കുഴിച്ചാടിക്കും ഹിന്ദുസും റോമൻ കാത്തലിക്സും മുസ്ലിംസും. ജൂയിഷ് ആൾക്കാർ തന്നെ എടുക്കാരായി, യഹൂദിയർ നന്നായി കറക്റ്റായി. അപ്പോൾ ഈ റോമൻ കാത്തലിക്സും മുസ്ലിംസും പണ്ടാരും ഗ്ലോറിയും ഗ്ലാഡിസ് പറയുമോ? ഇല്ല. അപ്പം ഞാൻ ആരാണോ അപ്പോൾ അവർ റോമൻ കാത്തലിക്സും ഹിന്ദുസും മുസ്ലിംസും തമ്മിൽ കുഴി ചാടിച്ച് എല്ലാ പള്ളികൾ പോകാൻ പറ്റും എല്ലാ ടൈപ്പിലും ഇങ്ങനെയാക്കാണ്. അപ്പം ജൂയിഷ് ആൾക്കാർ സ്ട്രെങ്ത് ആയിട്ട് പീസ്ഫുള്ളായിട്ട് എന്ന് ചെയ്യുമ്പോൾ അവർ ബാക്കിയുള്ളവരൊക്കെ എന്ന് പറയുമ്പോൾ അതിനേക്കാളെ ഇരട്ടിന്ന് ആക്കി കൊടുക്കും, ഇരട്ടി വാങ്ങി കൊടുക്കും. അപ്പോൾ അതിലെനിക്ക് ചിരിവരാണ്. അപ്പോൾ ഞാൻ പറഞ്ഞേ ആരുടെ പേര്? എൻ്റെ പേര് ഹാരിസാണ്. ഞാൻ എൻ്റെ പോലെ ഹാരിസിനെ പോലെ, അല്ലാണ്ട് വേറെ എല്ലാവരും പോലെ ആവുമോ തടിച്ച്? ഇല്ല. അപ്പോൾ നിങ്ങൾ വിൻസെൻറ്റും ഗ്ലീസും ഒക്കെ ഗൾഫിലൊക്കെ 8 വർഷവും 10 വർഷമൊക്കെ 30 വർഷമൊക്കെ ഞാൻ ജോലിക്ക് പോയി വെറുതെ ഇല്ലാണ്ടായ ഒരു ടൈപ്പ് മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾ നേടി ഒരു ടൈപ്പ് ഇല്ലാത്ത തിരിഞ്ഞ് നോക്കുമ്പോൾ ഒരു വഷളത്തരമായ ജീവിതം, അധികം സംസാരിക്കാത്തതും തെറ്റും കള്ളും കുടിച്ച് നടക്കുന്ന ഇതിൽ നിന്ന് വിട്ടുമാറില്ല. വെഡിത്തം വിപരീതം മുറുകെ പിടിച്ച് ഞങ്ങൾ ആയിരുന്നു കുട്ടി വാങ്ങും. തിരിച്ചൊന്നും പ്രതീക്ഷിക്കാണ്ട് സ്നേഹിക്കുക, പങ്കുവയ്ക്കുക, സദോപദേശങ്ങളായ ഭക്ഷണം പങ്കുവയ്ക്കുമായാലും എന്ത് ചെയ്യുകയാണെങ്കിൽ അത് ഓക്കെ, കറക്റ്റ്. ആൽക്കഹോളിലെ പാനീയങ്ങളായും സ്വന്തം ശരീരം കേടാക്കി നടക്കുന്നവർ നിങ്ങൾ തന്നെയാണ് തലങ്ങും വിലയും കിട്ടുന്നത്. നിങ്ങൾ വെഡിത്തം മൊഴിയെന്നും പറയാൻ പറ്റുമോ? വെഡിത്തം മൊഴിഞ്ഞായിരുന്നു കുട്ടി വാങ്ങി, ഇതാണ് ഞങ്ങളുടെ പെരുമാറ്റം അത്രേ. ഇത് ഞാൻ ചോദിക്കണത് ഇതാണോ എന്ത് പെരുമാറ്റം ഇപ്പത്തതെന്ന്? ഇതാണോ എന്ത് പെരുമാറ്റതെന്ന് ഞാൻ ചോദിക്കണം. അപ്പോൾ ആ ടൈപ്പിൽ അപ്പോൾ ഇത് ദേഷ്യം വന്നിട്ടൊന്ന് പറഞ്ഞു. ദേഷ്യം വരാത്തത് എൻ്റെ ഗുണം. ഞാൻ കുറ്റം പറഞ്ഞ് നടക്കാറില്ല, ചെറുപ്പത്തോട്ട് കണ്ടിട്ട് കുറ്റം പറഞ്ഞ് നടക്കാത്തത് എൻ്റെ ഗുണം. അപ്പോൾ അങ്ങനെ നടക്കാതെ അപ്പോൾ നിങ്ങൾ തിരിച്ച് പറയേണ്ട കാര്യം, തിരിച്ച് 10 മീറ്റർ 100 മീറ്റർ അകലെ പറയണവരാണത്. മനസ്സിലായോ? എൻ്റെ മുഖത്ത് നോക്കി പറയില്ല ഞാൻ അങ്ങനെ ഇംഗ്ലീഷോ എന്തെങ്കിലും എന്താണ് അവർ ജോബിൻ പപ്പു ഓഷ്യനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഞാൻ കുറ്റം പറഞ്ഞു. പക്ഷേ ജോബിൻ കൊണ്ടുവരാൻ നീ ഇറങ്ങി പോടാന്ന് വല്ല പറഞ്ഞ്. അപ്പോൾ അങ്ങോട്ട് പറയാണ്ട് ഇങ്ങോട്ട് പറഞ്ഞാൽ നീ തന്നെ ആയിരുന്നു കൂട്ടി വാങ്ങും, നീ തലങ്ങും വലും കിട്ടണു, നിനക്ക് കള്ളം കുടിച്ച് നടക്കണം, നിൻ്റെ ശരീരം കേടാക്കണു, കുട്ടിയും കഴിച്ച് നിൻ്റെ ശരീരം കേടാക്കണു. അപ്പോൾ ഇങ്ങനെ അവരൊക്കെ വ്യത്യാസമുണ്ട്. അവരെ ഇംഗ്ലീഷ് മറ്റേതാണ്, വീട്ടുകാർ മറ്റേതാണ്, കാരണം നീ പറഞ്ഞു നടന്നിട്ടില്ലല്ലോ. അപ്പോൾ നിങ്ങൾ പറയേണ്ട കാര്യമില്ല. എനിക്കങ്ങനെ നിങ്ങൾ പറയണമായിട്ട് തോന്നണമില്ല, എനിക്കങ്ങനെ എന്നെ വിളിക്കണം തോന്നിയിട്ട് കൂടി ഇല്ല. അത് മുഖത്തേക്ക് സംസാരിക്കണ്ടേ? അപ്പോൾ ഒരാളെങ്ങനെയാണോ അതുപോലെ തന്നെ, നിങ്ങൾ വേറെ മനസ്സിലാക്കിയിട്ട് കാര്യമില്ല. അപ്പം നിങ്ങളുടെ വിഡിത്തം മാറ്റാം. എന്നിട്ട് പറഞ്ഞ് നടക്കണില്ല. നിങ്ങൾ പറയേണ്ട കാര്യമില്ല. വീട്ടുകാരെ പറയണമെന്ന് പറഞ്ഞാൽ വീട്ടുകാർ 10 മീറ്റർ 100 മീറ്റർ ആവുകയില്ല ഓരോ വെഡിത്തം പറയണേ, ഒരു മുറയും അതൊക്കെ പറയണേ, അല്ലാണ്ട് മുഖത്ത് നോക്കിയെന്ന് പറയണല്ലേ.
അപ്പോൾ നിങ്ങൾ പെടാണ്ട് നോക്കുക. ഹിന്ദിക്കാർ ഹിന്ദി മലയാളം വായിക്കാനും പറയാനും പഠിച്ചിട്ടില്ലേ? അവർ ഉല്ലുകളാവും, നിങ്ങളും ഉല്ലുകളാവും. തമ്മിൽ കൊല്ലും, തമ്മിൽ കള്ളും കുടിച്ചിട്ടൊക്കെ അടിച്ച് ശരീരം കേടാക്കണം. ഞാൻ എന്താ ചെയ്യാൻ? നിങ്ങളുടെ വെഡിത്തം നിങ്ങളായിരുന്നു കൂട്ടി വാങ്ങണു. അപ്പോൾ നിങ്ങൾ വെഡിത്തം നാവ് പറയുന്നത് അന്ന് ശോഷിച്ച വാക്കുകൾ പറഞ്ഞ് എന്നിട്ട് നിങ്ങളുടെ ശരീരം കേടാക്കണം, നിങ്ങളുടെ തലങ്ങുമിൽ കിട്ടണു ചെയ്യണല്ലേ? അപ്പോൾ മനസ്സിലാക്കാൻ പഠിക്കുക. അപ്പോൾ നിങ്ങളുടെ വെഡിത്തം ഹിന്ദിക്കാരും മലയാളികളും അങ്ങനെയുള്ള വെഡിത്തം മെറ്റീരിയലിസ്റ്റിക് കാര്യങ്ങൾക്ക് പായുന്ന ശോഷിച്ചവർ, അതായത് ഓർച്ചൽ വർഷിപ്പും ചെയ്യണ കന്നഡ കാണ്ടുകളും ഗുഡ്ക കാണ്ടുകളും ഹിന്ദി കാണ്ടുകളും മലയാളി കുണ്ടന്മാർ പറയൂ. അതാണ് എന്തെങ്കിലും ഉറച്ചു നിൽക്കടി കുണ്ടനായരെ, അല്ലെങ്കിൽ നിൻ്റെ കാണ്ടടിച്ച് പൊട്ടിക്കുമെന്ന് പറയുന്നത്. പിന്നെ എൻ്റെ മുഖം നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ നിങ്ങളായിരുന്നു കൂട്ടി വാങ്ങാനുള്ളവരാണല്ലോ. അപ്പോൾ ഞാൻ പറഞ്ഞത് നിങ്ങളുടെ വെഡിത്തം നിങ്ങളായിരുന്നു കൂട്ടി വാങ്ങിപ്പിക്കും. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളധികം എഴുകാണ്ട് പോയി പോകാൻ നോക്ക്. എൻ്റെ സമയം കളയാൻ നിങ്ങളായിരുന്നു കൂട്ടി വാങ്ങും ചിങ്ങിക്കൊള്ളണുള്ളത്. പിന്നെ അങ്ങനത്തെ കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞത്. പിന്നെ എന്താണെന്ന് പറയാന്ന് വെച്ചാൽ ഞാനൊരു 30-32 വർഷം അല്ലെങ്കിൽ 60 വർഷം ഇവരെക്കാളും മുമ്പ് ഈ വയ്യാണ്ട് ഈ ഓട്ടോ ജോർജ് വിൻസെൻ്റൊക്കെ കിടപ്പിലാവാറായി. അപ്പോൾ അങ്ങനെ അതിനു മുമ്പ് നീണ്ട് ജീവിക്കണ്ടെങ്കിൽ നിങ്ങളുള്ളവർ വെട്ടികളെ ബോധിപ്പിച്ചില്ലല്ലോ എന്ന് പറഞ്ഞ് ഞാൻ ഇങ്ങനെ ഇരിക്കുമോ ഗട്ടിയായിട്ട്? ഇല്ല. അപ്പോൾ ആ കാര്യങ്ങൾ ചെയ്യേണ്ടത് ചെയ്യും. മനസ്സിലാക്കാം.